ചെയ്തോടാ പറ. അത് കംപ്ലീറ്റ് ആയോ പ്രോബ്ലം? തിയറീസ് ഓഫ് ഫെയിലിയർ ഒരു പ്രോബ്ലം. ഇത് മൈൽഡ് സ്റ്റീൽ ഷാഫ്റ്റ് ഒബ്ജക്റ്റ് ബെൻഡിങ് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. റീലിന്റെ പോയിന്റ് ഇൻ ടേംസ് ഓഫ് 200 MPa മാക്സിമം ടോപ്പ്. ഓക്കെ, യെസ്, ഇതന്നെ. ചെയ്തിട്ടുണ്ടോ? ആർക്കും കിട്ടിയോ? കിട്ടിയ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ആർക്കും ചെയ്ത് കിട്ടിയിട്ടുണ്ടോ? ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? പകുതി ചെയ്തു. ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരുടെ കാര്യം എന്താ? ചെയ്തിട്ടുണ്ടോ? അനിരുദ്ധ് ചെയ്തിട്ടുണ്ടോ? കുറച്ച് എടാ നിങ്ങൾ പറഞ്ഞൂടെ? ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റില്ല ഞങ്ങൾക്കായിരിക്കും. ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. അതിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കിട്ടിയോ ഇല്ലെന്ന് മനസ്സിലാവണ്ടേ? ബാക്കിയുള്ളവര് 10-11 പേരില്ലേ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ ചാറ്റിൽ എനിക്ക് മെസ്സേജ് വേണം. അതേഴ്സ് അപ്പൊ ഇത്ര പേരെ ഇവിടെ ബോധത്തിലുള്ളൂ അല്ലെ? 3, 6, 7 പേര്. ഷഹസാദ് ഇടിയില്ലേ? ഷഹസാദ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താ അത് മറുപടി അതിൽ പറഞ്ഞൂടെ? ഇത് ഒരുമാതിരി ഓരോരുത്തരോട് ഞാൻ വിളിച്ച് ചോദിക്കണേ. ഇത് എല്ലാവരോടായിട്ടല്ലേ ചോദിച്ചേ? എന്താ ഷഹസാദ്, എന്താ പറയാനല്ലേ? ചെയ്തിട്ടില്ല. ചോദിക്കുന്നതിന് എല്ലാവരും ആദ്യം മറുപടി കറക്റ്റ് ആയിട്ട് പറയും. ഇതാണ് ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യം. ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം എന്നുള്ളത് നിങ്ങളോട് തന്നെയല്ലേ ചോദിച്ചത്. അതിപ്പോ ആരെങ്കിലും ഉത്തരം പറയും എന്ന് വിചാരിച്ചിട്ട് എന്തിനാ നിങ്ങൾ അടങ്ങിയിരിക്കുന്നത്? നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ അതിനുള്ളൊരു മറുപടിയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ എന്താ അർത്ഥം ഇങ്ങനെ ചെയ്താൽ? ഇങ്ങനെ ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിൽ നിൽക്കരുത്.
ഓക്കെ, ഡിസ്കസ് ചെയ്യാം. ചില കാര്യങ്ങൾ ഇത് മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ലാത്തത് ഇല്ലാന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാൻ ഒഴുക്കാണ്. ഞാൻ 100 തവണ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു. അറിയാത്തത് ചോദിച്ചവരോടൊന്നും അത് പറ്റൂല എന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ പിന്നെ ഇത് സോൾവ് ചെയ്ത് നോക്കാം. ഇനി കുറച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മള് പിന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ് വരെ കണ്ടതാണോ, നിങ്ങൾ സ്റ്റക്ക് ആയതാണോ, എന്താണ് ഇഷ്യൂ, എന്താണ് അസഫ, എന്താ ഇഷ്യൂ, എന്താ പ്രശ്നം വന്നേ പ്രോബ്ലത്തില്? അസഫ് സർ ഒന്നാ ചെയ്തിട്ടില്ല. മാക്സിമം സ്ട്രെസ് തിയറി മാത്രമേ എന്നിട്ട് കിട്ടിയില്ല, ആൻസർ കിട്ടിയില്ല. എന്താണ് ഒരു പ്രശ്നം? എന്താണ് ബാക്കി ചെയ്യാൻ പറ്റാത്തതാണോ കിട്ടാത്തതാണോ, എന്താണ് വിഷയം? നിങ്ങൾക്ക് അറിയാത്തതാണോ അല്ല ആദ്യം തൊട്ടേ പറയേണ്ടതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസഫ്, എന്താണ് പ്രശ്നം, എന്താണ് ഒന്ന്? അസഫ് ഒന്നാമത്തെ ചെയ്തിട്ടില്ല, മറ്റേ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ ചെയ്ത് വരുമ്പോ, പ്രോബ്ലം ചെയ്യുമ്പോ എന്തെങ്കിലും സ്റ്റക്ക് ആവുന്ന ടൈപ്പ് പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊന്ന് നോക്കണം. കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതെ, മൂന്നാമത്തെ അവർ എൻ്റെ അവർ തന്നെ ആയിരിക്കും. അപ്പോൾ തേർഡ് അവറിൽ ഞാൻ ഈ ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് ഒരു അസൈൻമെന്റ് ടെസ്റ്റ്, ഇതേ ടോപ്പിക് ബേസ് ചെയ്തിട്ട് ഒരു അസൈൻമെന്റ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. മൈൽഡ് സ്റ്റീൽ ഷാഫ്റ്റ് ഓഫ് 500 mm diameter, അല്ലെ? ഓക്കെ, സോ is subjected to a bending moment of 200 Newton meter. Okay, subjected to, നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ട് പോവാം. സോ നമുക്കുള്ളത് ഒരു മൈൽഡ് സ്റ്റീൽ ഷാഫ്റ്റ് ആണ്. മൈൽഡ് സ്റ്റീൽ MS ഷാഫ്റ്റ് ഓഫ് ഡയാമീറ്റർ, യെസ് ഡയാമീറ്റർ തന്നിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഡയാമീറ്റർ കണ്ടുപിടിച്ചു, അല്ലെ? സോ ഹിയർ യുവർ ഡയാമീറ്റർ ഇസ് ഗിവൺ. is subjected to a bending moment, yes bending moment of 2000 Newton meter. It is 2000 Newton meter. And a torque, yes, അത് അറിയില്ല, it is denoted as T, right? Now, if the yield point of steel in tension is 200 megapascal, find the maximum value of this torque of the shaft. According to first one is maximum principal stress theory, second maximum shear stress theory, and third maximum distortion energy theory. Okay, അപ്പൊ ഇത് മൂന്ന് തിയറി ബേസ് ചെയ്ത് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഈ ടോർക്കിന്റെ വാല്യൂ ആണ്. പഴയ പ്രോബ്ലത്തില് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമ്മൾ കണ്ടെത്തിയത് എന്തായിരുന്നു? അതിന്റെ ടോർക്കും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടോർഷണൽ മൊമെന്റ് തന്നിട്ടുണ്ട്. അതിൽ അൺനോൺ വാല്യൂ ഡയമീറ്റർ ആണ്. സോ അൾട്ടിമേറ്റ്ലി ഒരു അൺനോൺ വാല്യൂ മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇത്, ഈ പ്രോബ്ലത്തിലും ചെയ്ത അതേ പ്രൊസീജിയറാണ്. ഓൺലി തിങ്, ഓക്കെ, നമുക്ക് പ്രൊസീഡ് ചെയ്ത് നോക്കാം, എങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം. ഓക്കെ, നോ റൈറ്റ്. സോ ആൻഡ് യുവർ yield stress, yes, it is 200 megapascal, find the maximum. Now again ഇവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് നോട്ട് ഗിവൺ, അല്ലെ? സോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി if it is not given you can assume the value. Okay, now let me take it as 1. Okay, if it is not given you can assume, it's up to you. Okay, and assume ചെയ്യുന്ന സമയത്ത് 10ഉം 20ഉം ഒന്നും എടുക്കരുത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ മാക്സിമം ഒരു 2, 3 വാല്യൂ മാത്രം, 1, 2, 3 അതിൽ മുകളിലേക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂ അസ്യൂം ചെയ്ത് എടുക്കരുത്. Right. Now, ഇനി
മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി പറയുന്നത് തന്നെ എന്താണ്? യുവർ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് sigma 2 and sigma 3. If either two-dimensional case as on now, if you have a principal stress sigma 1 and sigma 2, and if sigma 1 your sigma 1 is equal to yield tensile strength by factor of safety എന്നാണ് അവിടെ maximum principal stress theory അല്ലെങ്കിൽ Rankine's theory പറയുന്നത്. Right? Now, അപ്പോൾ ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ all you have to find is your sigma 1 അല്ലെ? ഫസ്റ്റ് നമ്മൾ sigma 1 കാണണം, അതുപോലെ sigma 2 കണ്ടുപിടിക്കണം അല്ലെ? And sigma 1 എങ്ങനെ കണ്ടുപിടിക്കാം? For a two-dimensional material ഞാൻ പറഞ്ഞിട്ടുണ്ട് sigma 1 is equal to sigma x plus sigma y by 2 plus square root of sigma x minus sigma y by 2 the whole square plus tau xy square. Alright, so your principal stress is equal to sigma x plus sigma y by 2 plus square root of sigma x minus sigma y by 2 the whole square plus tau xy square. Right. ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ sigma 1 ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ you have to find sigma x, sigma y and tau xy. Okay, അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഓരോന്നും നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. നമുക്ക് സിഗ്മ എക്സിൽ തുടങ്ങാം. ഓക്കെ, ബെൻഡിങ് സ്ട്രെസ് സിഗ്മ എക്സ് അല്ലെ? സിഗ്മ എക്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് ആണുള്ളത്. അപ്പോൾ അതൊരു ബെൻഡിങ് സ്ട്രെസ് ആണ് അല്ലെ? മൊമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ബെൻഡിങ് സ്ട്രെസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ എം ബൈ ഐ ഇൻടു വൈ മാക്സ്. Okay, so we'll find that so sigma x value is equal to moment നമുക്ക് തന്നിട്ടുണ്ട്, it is 2000 Newton meter ആണ് into 10 cube ആയി കഴിഞ്ഞാൽ 2000 into 10 cube Newton millimeterലേക്ക് ആയി divided by I അല്ലെ? ഇതൊരു circular shaft ആണ് അല്ലെ? So that is given by pi by 64 d to the power 4 and your y max value is nothing but d by 2. Right, so substitute ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു reduced ഫോമിലേക്ക് കൊണ്ടുവരാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ this is equal to 32 into 2000 into 10 cube divided by pi d cube എന്നുള്ള ഫോമിലേക്ക് വരും അല്ലെ? ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഡയമീറ്റർ വാല്യൂ എത്രയായിരുന്നു? It is 50. Right, so substitute 50. Substitute ചെയ്ത് കഴിഞ്ഞാൽ it is equal to 32 into 2000 into 10 cube divided by pi into 50 cube. Okay, now solving you will get the value for sigma x. Okay, now solve ചെയ്ത് നോക്കുക, you will get the sigma x value. Right, now sigma x value കിട്ടി കഴിഞ്ഞില്ല, ഇനി എന്തൊക്കെ വേണം? നമുക്ക് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ sigma x കഴിഞ്ഞു, ഇനി sigma y കാണണം, tau xy കാണണം. Right, now sigma y, okay, ഇവിടെ ഒരു ഷിയർ സ്ട്രെസ് വാല്യൂ ഇല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ you can take sigma y value as equal to 0. Right, so your sigma y value you will get it as 0. Now, any shear stress tau xy കാണണം അല്ലെ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ tau xy കാണണം. Now, shear stress ഉണ്ടോ നോക്കാം. Yes, ഉണ്ടാവും. എന്തുകൊണ്ടാ? Because there is a torque acting on this one. Right, ഒരു torque act ചെയ്യുന്നുണ്ട്. Therefore, there will be a shear stress. എങ്ങനെ? So, since a torque is acting, your equation is T by J is equal to tau by R, or your shear stress tau is equal to T by J into R എന്നുള്ള ഫോമിലേക്ക് വരും. Right. Okay, ഇവിടെ എഴുതാം. Okay, so that means your shear stress tau xy is equal to T divided by J. J polar moment of inertia ആണ്, എന്തായിരിക്കും? pi by 32 d to the power 4 into R എന്ന് പറയുമ്പോൾ it is nothing but d by 2. So substituting you will get 16t divided by pi d cube എന്ന് കിട്ടും. Right, so substituting the value of diameter ചെയ്ത് കഴിഞ്ഞാൽ 16t divided by pi into diameter തന്നിട്ടുണ്ട്, it is 50 അല്ലെ? Into 50 cube. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ t divided by അല്ലെങ്കിൽ സോറി സംതിങ് into t എന്ന് കിട്ടും അല്ലെ? സം സ്റ്റാൻഡേർഡ് വാല്യൂ into t എന്നുള്ള ഫോമിലേക്ക് കിട്ടും. സം x into t അല്ലെ? 16 divided by pi into 50 cube സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും, that into t എന്നുള്ള ഫോമിലേക്ക് നമുക്ക് കിട്ടും. Right, so your tau xy value, yes, we got it, tau xy. പിന്നെ അതേപോലെ സിഗ്മ എക്സ് വാല്യൂ കിട്ടി, സിഗ്മ വൈ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി തരാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ നമുക്കിത് 1 by 1 ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും അല്ലെ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഹിയർ ഈസ് ടു ഫൈൻഡ് യുവർ സിഗ്മ എക്സ് വാല്യൂ അല്ലെ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുകയാണെങ്കിൽ സ്റ്റെപ്പ് 1 is to find
the sigma x value. Sigma x is nothing but m by I into y max. Substitute the values. ഇവിടെ തന്ന പോലെ തന്നെ എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2000 into 10 cube divided by 5 by 64 d raised to 4. That is equal to 2000 into 10 cube divided by 5 by 64 d raised to 4 into y max, which is d by 2. Substitute the values and then find the answer, sigma x. Now similarly, sigma y value will be equal to 0. Tau xy is nothing but 16t by pi d cube, or that is equal to 16t divided by pi into 50 cube. Okay, solving you will get something into t. Right. Now substitute these values in principal stress equation. Right. That is a step 2. Right. എല്ലാ സ്ട്രെസ് വാല്യൂസും കണ്ടെത്തുക. രണ്ടാമത് എന്ത് ചെയ്യണം? പിന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിഗ്മ 1 is equal to sigma x plus sigma y by 2 plus square root of sigma x minus sigma y by 2 the whole square plus tau xy square. Now substitute the value. Sigma x ന്റെ വാല്യൂ നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. Substitute the value for sigma x. Sigma y ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Tau xy something into t എന്നുള്ള ഫോം തന്നെ ഉണ്ടാവുക. അത് അതേപോലെ തന്നെ നിലനിർത്തുക. So substituting you will get sigma 1 as something. And similarly, sigma 2 value also you can find it using the same equation, sigma x plus sigma y by 2 minus square root of sigma x minus sigma y the whole divided by 2 the whole square plus tau x by square. എല്ലാ values substitute ചെയ്യുക, you will get the value for sigma 2. Okay, ഇത്രയും ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോ തിയറി ഓഫ് ഫെയിലിയർ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഒന്ന് ചെയ്ത് നോക്കേ, ചെയ്തിട്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ solve and find the values. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഇഷ്യൂസ് ഉണ്ടോ? മക്കളെ നിങ്ങളോടാ ചോദിക്കുന്നത്, ക്ലിയർ ആണോ? ഓക്കെ, എന്നാല് അതുവരെ സോൾവ് ചെയ്ത ആൻസർ പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം.
സിഗ്മ ഇൻറ്റു 160 അല്ലേ? ഞാൻ പറയാം. യെസ്, സിഗ്മ എക്സ് കറക്റ്റ് ആണ്. 163 തന്നെ വരും. സിഗ്മ വൈ ഓൾസോ കറക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ സിഗ്മ 1ഉം സിഗ്മ 2ഉം കൂടെ കണ്ടുപിടിച്ചു. നമുക്ക് നോക്കാം. അത് പറയാൻ പറ്റില്ല, ഇക്വേഷൻ ആയിരിക്കുന്നില്ല. ഇവിടെ കണ്ടുപിടിച്ച് വെച്ചോ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. തന്ന ആൻസർ കറക്റ്റ് ആണ്. സിഗ്മ എക്സ് വാല്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 163 ന്യൂട്ടൺ പെർ mm square വരും. mm square. Okay, now similarly, tau xy value, tau xy 0.0407 into 10 to the power minus 3. Correct ആണ്, മറ്റേ value into 10 to the power minus t Newton per mm square എന്ന് കിട്ടും. Right. Now substitute these two values in this equation. Okay, now if you do so, 163 sigma x in the value divided by 2 plus square root of sigma x minus sigma y 163 divided by 2 the whole square 0.0407 into 10 to the power minus 3 t the whole square. Right. Similarly, sigma 2 again 163 divided by 2 minus square root of 163 divided by 2 the whole square plus 0.0407 into 10 to the power minus 3 the whole square. Right. We can solve this. If you solve this, you will get that sigma 1 is equal to 0.5 plus square root of first part is 163 by 2 the whole square. See the solve it. Text and solve it. I'll answer of comparing. Correct value on 163 divided by 2 the whole square. Sigma 1 is equal to 81.5 plus square root of 81.5 the whole square. 81.5 square 6642.25 plus 1.65 into minus 9 t square that was Newton per mm square. Similarly, your sigma 2 value is 81 minus the value square root of 6642.25 plus 1.65 into 10 to the power
for t square total per mm square. That's it. Right. So രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂ ആയി അല്ലേ? ഇതൊരു ഓക്കെ അല്ലേ? വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളാ കിട്ടിയ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. റൈറ്റ്. എന്നിട്ട് അതിന്റെ ഒന്ന് റെഡ്യൂസ് ചെയ്തു. യെസ് ഓക്കെ. ഓക്കെ അല്ലേ? ഇതൊരു ഓക്കെ അല്ലേ? റൈറ്റ്. Yes, sir. അപ്പൊ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. സോ രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് നമുക്ക് മെയിൻലി വേണ്ട ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ഫെയിലിയറിലേക്ക് നമുക്ക് വേണ്ട ഇൻപുട്ട് വാല്യൂസ് എന്ന് പറയുന്നത് സിഗ്മ 1 ആൻഡ് സിഗ്മ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാം. സിഗ്മ 1ഉം അതുപോലെ സിഗ്മ 2 വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് പോകും. ഈ സിഗ്മ 1ഉം സിഗ്മ 2ഉം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും after getting എന്ത് ചെയ്യും ഫസ്റ്റ് നമ്മളോട് പറയാം യൂസിങ് maximum principal stress theory അല്ലെ. So using maximum principal stress theory find the torque T. So your maximum principal stress theory എന്താ പറയുന്നത്? When you have sigma 1 and sigma 2 and if sigma 1 is greater than sigma 2 then by factor safety, right? So you can equate sigma 1 with yield tensile strength by factor safety, right? ഇവിടെ വേറൊന്നും ആലോചിക്കണ്ട, നമ്മൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ 1 ആണ്. സോ സിഗ്മ 1 is the largest one. You can equate this sigma 1 with yield tensile strength by factor safety. Yield tensile 200 ആയിരുന്നു, 200 megapascal അല്ലെ. 200 divided by factor safety you can assume it as 1. 1 എടുക്കാം, 2 എടുക്കാം, right? Even 3 വരെ എടുക്കാം, right? So let us assume it as 1 to be on safe side. നമുക്ക് 1 എടുക്കാം. So in that case എന്ത് വരും? 81.5 plus square root of 6642 42.25 plus 1.65 into 10 to the power minus 9 the whole square into t square is equal to 200. Okay, solve and find the value of t. Is okay? Your torque t will be equal to direct substitute here and find the value of t. Should I find the value of t? Okay, okay.
കിട്ടിയോ? ആൻസർ കിട്ടിയോ? Yes. Yes, exactly. 2117. Yes. അത്രയും നിങ്ങളെ എക്സാം പേപ്പേഴ്സ് നോക്കിയപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ പലരും യൂണിറ്റ് ഇടുന്നില്ല. യൂണിറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് പലരും വിട്ടുപോകുന്നു, പല സ്ഥലത്തും വിട്ടുപോകുന്നു. അപ്പോൾ അതിന്റെ ഒരു കാര്യം കൂടെ പറയാം. അതിപ്പോ ഞാൻ ഇത് കണ്ടോണ്ട് പറഞ്ഞതല്ല, ഇപ്പൊ യൂണിറ്റ് അയക്കൽ ബുദ്ധിമുട്ടാണ്. ശരിയാണ്. കിട്ടുന്ന ആൻസർ എത്രയാണ് വരിക? ഇപ്പൊ ഈ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ടോർക്ക് ഈസ് ഈക്വൽ ടു 2118 എന്തായിരുന്നു? 211746 അല്ല, 2117 746 point something Newton mm ആണ്. ഓക്കെ, if you're converting it in Newton meter, it is 2117 Newton meter. The kilonewtonലാണ് represent ചെയ്യുന്നത്. It is nothing but 2.11 kilo Newton meter. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഇതിൽ തെറ്റില്ല, പക്ഷേ യൂണിറ്റ് കറക്റ്റ് ആയിട്ട് പറയണം. ഇത്രയും ന്യൂട്ടൺ മില്ലിമീറ്റർ ആണെന്ന് പറയും. കാരണം നമ്മളിവിടെ എല്ലാം ചെയ്ത് മില്ലിമീറ്ററിലാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ പവർ എടുക്കുന്നില്ലേ ഷാഫ്റ്റിന്റെ എല്ലാം പ്രോബ്ലത്തിൽ 2π/NT/60 വെച്ചിട്ട് എടുക്കുന്നില്ലേ, RPM അതുപോലെ പവർ തന്നിട്ടുണ്ടെങ്കിൽ, കിലോ വാട്ടുള്ള പവർ തന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇതൊക്കെ ടോർക്കിന്റെ യൂണിറ്റ് എപ്പോഴും ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. ഓക്കെ, ഫോർ ദ പ്രാക്ടിക്കൽ പർപ്പസ് യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു ന്യൂട്ടൺ മില്ലിമീറ്റർ. ഓക്കെ, പലരും നമ്മളെ സീരീസ് എക്സാമിന് പലരും ഈ ടോർക്ക് കണ്ടുപിടിച്ച സ്ഥലത്ത് യൂണിറ്റ് ഇട്ടിട്ടേ ഇല്ല. അപ്പോ ഇതാണ് ഫസ്റ്റ് തിയറി ഓഫ് ഫെയിലിയർ. അത് ബേസ് ചെയ്ത് യു വിൽ ഗെറ്റ് ദ ടോർക്ക് വാല്യൂ. സെക്കൻഡ് തിയറി ഓഫ് ഫെയിലിയർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? സോ സെക്കൻഡ് തിയറി ഓഫ് ഫെയിലിയർ ഇസ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. So as per maximum shear stress theory, your sigma 1 minus sigma 2 is equal to yield tensile strength by factor of safety. Right. So substitute the value. Sigma 1 ഉം sigma 2 ഉം കൂടെ അഡീഷണൽ ആയിട്ട് വരും. sigma 1 നമുക്കറിയാം, അതേപോലെ sigma 2 അറിയാം. സബ്ട്രാക്ട് ചെയ്യാം, കുറെ വാല്യൂസ് ക്യാൻസൽ ആയി പോകും. ആകെ ഈ ബ്രാക്കറ്റ് ടേം മാത്രമാണ് ഉണ്ടാവുക. is equal to yield tensile strength by factor of safety. Substitute here and find the value of T. That's it. Similarly, maximum distortion strain theory. പക്ഷേ ഇതിൽ കുറച്ചധികം കാൽക്കുലേഷൻ ഉണ്ട്, കുറച്ച് ലെങ്ത് ആയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത ആൻസർ കണ്ടെത്താം. ക്ലിയർ അല്ലേ? ആണ് ഒരു പോസിബിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, കഴിഞ്ഞ ഡയമീറ്റർ കാണാനായിരുന്നു, ഇതിൽ ടോർക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. ഇതേപോലെ അടുത്തൊരു കേസ് ഓഫ് പ്രോബ്ലം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതിൽ തന്നെ പല കാര്യങ്ങൾ അൺനോൺ ആയിട്ട് വരും. അപ്പൊ അടുത്തൊരു അൺനോൺ ആയിട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള സാധനം ഫാക്ടർ സേഫ്റ്റി ആണ്. ഇപ്പം ഫാക്ടർ സേഫ്റ്റി തന്നിട്ടില്ല, അത് കണ്ടെത്തേണ്ടത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഫാക്ടർ സേഫ്റ്റി നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷെ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാവുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രോബ്ലം വരും. അപ്പോൾ ഇൻ ദാറ്റ് കേസ് യു ഹാവ് ടു ഫൈൻഡ് ദ ഫാക്ടർ സേഫ്റ്റി. ഓക്കെ, അതായിരിക്കും അൺനോൺ. ബാക്കിയുള്ള ഡയമീറ്റർ അതുപോലെ പിന്നെ സ്ട്രെസ് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടാവും. യു ഹാവ് ടു ഫൈൻഡ് ദ ഫാക്ടർ സേഫ്റ്റി. ഇൻ ദാറ്റ് കേസ് ഫാക്ടർ സേഫ്റ്റി അസ്യൂം ചെയ്ത് പോകരുത്, അത് കണ്ടെത്താം. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ചെയ്യില്ലേ? പ്രശ്നമുണ്ടോ? ഞാൻ ചെയ്യണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ തേർഡ് അവർ ഉണ്ട്. നമുക്കൊരു ഒരു പ്രോബ്ലം വെച്ചിട്ട് തേർഡ് അസൈൻമെന്റ് നമുക്ക് ക്ലാസ് തന്നെ ചെയ്തു തരും. എന്നിട്ട് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ആരാണ് ആബ്സെന്റ് ഉള്ളത്? ഓക്കെ, ആകാശ്. മുബീന്റെ കട്ടായി പോകുന്നു. ആരുടെ? മുക്തസിംഹ. ഓക്കെ ഓക്കെ. അപ്പൊ ആരാ ആബ്സെന്റ്? നോക്കിട്ട് പോരാ, വിളിക്കണ്ടല്ലോ.